ഹലോ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജോലിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് യൂട്യൂബ് കുറച്ച് പ്രയോറിറ്റി കുറഞ്ഞു. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മടി വരും. അങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ഞാൻ ഫൈനലി നമ്മുടെ ട്രിപ്പ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതായിരുന്നു ഇനി അടുത്ത് ഇടേണ്ടത്. അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ട്രാവൽ വ്ളോഗ്സൊക്കെ കുറച്ച് പേർക്കല്ലേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. അപ്പം ഞാനിന്ന് കുറേയധികം പണികളൊക്കെ ഉണ്ട്. അപ്പം സ്ലോലി എല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ ദാ ലോണ്ട്രി ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ എടുത്ത് ഒന്ന് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് തുണി നിവർത്തിയിടാനുണ്ട്. അപ്പോൾ സ്പേസ് ഉണ്ടാക്കിയാലാണല്ലോ നമുക്ക് അടുത്തത് നിവർത്തിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. സ്റ്റാൻഡ് ഒരു പ്രത്യേക രീതിയിൽ ചെരിഞ്ഞിരിക്കുന്നത് കണ്ട് ആരും അത്ഭുതപ്പെടണ്ട. എവിടെയും കാണാത്തൊരു പ്രത്യേക സ്റ്റാൻഡൊന്നുമല്ല. അത് ഒടിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റൂളിൻ്റെ മേലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് 2 സ്റ്റാൻഡ് ഉണ്ടായാൽ അത്യാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ 3 ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബെഡ്റൂംസിൻ്റെ ചേർന്നുള്ള 2 ബാൽക്കണിയിലും ഇതുപോലെ തുണിയുടെ സ്റ്റാൻഡ് ഉണ്ട്. അത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ആ ബാൽക്കണിയുടെ ആംബിയൻസ് ഒക്കെ പോവും തുണി വിരിച്ചാൽ. പിന്നെ നമുക്ക് മേലെ ആ ഒരു സ്റ്റാൻഡ് കിട്ടുമല്ലോ, ലോണ്ട്രി തുണികൾ മേലെ ഇടാൻ പറ്റുന്ന ആ ഒരു സ്റ്റാൻഡ്. നമ്മൾ പിന്നെ റെൻ്റലായതുകൊണ്ട് അതൊന്നും ഫിക്സ് ചെയ്യാനൊന്നും നോക്കിയില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഇനി ഇതാ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ എല്ലാ റൂമിലും. എനിക്ക് എപ്പോഴും ഹോൾ ഹൗസ് മെസ്സി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ റൂമിലെയും ബെഡ്ഷീറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതെനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ ആ ബെഡ്റൂം ബാക്കി എത്രയും മെസ്സാണെങ്കിലും ബെഡ്റൂം ഒന്ന് നീറ്റായി കഴിയുമ്പോഴത്തേനും നമുക്കൊരു സമാധാനവും ആ ബെഡ്റൂമിൻ്റെ ലുക്ക് മാറുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡെഫിനറ്റ് ടാസ്ക് ആണല്ലോ റൂം മൊത്തം നീറ്റാക്കുക എന്ന് പറയുമ്പം വലിയൊരു ടാസ്ക്കായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ബെഡ്റൂംസൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വർക്ക് ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മോൻ്റെ സ്റ്റഡി ഏരിയ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ്സിലാണ് ഇവിടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്നത് വീക്കെൻഡ്സാണ്. അപ്പോൾ അവിടെ ആ ഒരു ലാപ്ടോപ്പ് വെച്ചേക്കും. അത് മോളുടെ ലാപ്ടോപ്പാണ് കേട്ടോ, പക്ഷെ കൂടുതലും മോനാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇതാ നമ്മുടെ ഡൈനിങ് ടേബിള് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. യൂഷ്വലി നമ്മളവിടെ ഒന്നും വെക്കലില്ല, എന്നാലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം കുടിച്ച് ജസ്റ്റ് ഒന്ന് ഇരിക്കാം. ഒരു ടു ഡു ലിസ്റ്റൊക്കെ മിക്കവാറും ഞാൻ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി എന്തൊക്കെയാണ് പണികൾ ചെയ്യാനുള്ളതെന്നൊന്ന് നോക്കും. അങ്ങനെയൊന്ന് എഴുതി കഴിയുമ്പോൾ എനിക്ക് പിന്നെയും നല്ലൊരു മോട്ടിവേഷൻ കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയിട്ട് ടു ഡു ലിസ്റ്റ് വരെ എഴുതാത്ത ഒരു സമയങ്ങളായിരുന്നു. പയ്യെ അതിലോട്ടൊക്കെ മുന്നേ ചെയ്തിരുന്ന പോലെയൊക്കെ ഞാൻ തിരിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ കുറച്ചായിട്ട് എക്സസൈസിന് ബ്രേക്ക് വന്നു, വെയിറ്റൊക്കെ നല്ല പോലെ കൂടിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം ബാക്ക് ടു റുട്ടീൻ ആവണമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഹാബിറ്റ് ട്രാക്കർ സിമ്പിളായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ കുറേ നാളത്തെ ഒരു പെൻഡിങ് ടാസ്ക്കാണ് കേട്ടോ. അതാ ഈ കുഷൻ കവർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. എത്ര നാൾ മുന്നേ ചേഞ്ച് ചെയ്താന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതിങ്ങനെ അത്യാവശ്യമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ഇഗ്നോർ ചെയ്ത് പോവും. അപ്പം നമുക്കെപ്പോഴും അങ്ങനെയുള്ള പെൻഡിങ് ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ കെടുക്കാതെ നമ്മളെ ഒന്ന് പേപ്പറിൽ നമ്മുടെ അടുത്തോട്ടൊന്ന് സ്റ്റെയർ ചെയ്ത് ആ ഒരു ടാസ്ക് കാണുമ്പോഴത്തേനും നമ്മളത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഷൂ റാക്കിൻ്റെ അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ചധികം ടാസ്കുകൾ എന്നും ഡെയിലി മസ്റ്റായിട്ട് ചെയ്യണ്ടാത്ത, എന്നാൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിൽ കുറച്ചൊരു ഇഷ്യൂ വരാവുന്ന കൈൻഡ് ഓഫ് ടാസ്ക്സ്, വീക്ക്ലി മന്ത്ലിയിലൊക്കെ പെടുത്താവുന്ന ടാസ്കുകൾ നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് അത്യാവശ്യം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ലോണ്ട്രി ലോഡ് നമ്പർ 2 ആണ് കേട്ടോ ഇത്. ഒരു ലോഡ് കഴിഞ്ഞു. എനിക്ക് അത്യാവശ്യം നല്ല പോലെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം 2 ബാൽക്കണിയിൽ സംഭവം ആവുന്ന വരെ ഞാൻ അലക്കും. അപ്പം എന്താ ഇത് ഫസ്റ്റ് ലോഡാണ്. പിന്നെ ഇതാ മോൻ്റെ വൈറ്റ് ഷർട്ട്സ് ഞാനൊന്ന് മുക്കി വെച്ചതിന് ശേഷം അത് അലക്കാനിടാണ്. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിലെ ന്യൂ മെമ്പറിനെ പരിചയപ്പെടുത്താം. ഇതൊരു ന്യൂട്രി ബ്ലെൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്ക് സ്മൂതീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജ്യൂസും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ വണ്ടർ ഷെഫിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് 500 ml ഉള്ളൂ. അപ്പോൾ എനിക്കൊരു 1 ലിറ്ററിൻ്റെ ന്യൂട്രി ബ്ലെൻഡ് വേണമായിരുന്നു. അപ്പോൾ ഇത് അഗാറോൻ്റെ ബ്രാൻഡിൻ്റെയാണ്. നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആമസോൺ സെയിൽ വന്നപ്പം ഓഫറിൽ കിട്ടിയപ്പം ഞാൻ പിന്നെ കുറേ നാളായി ആലോചിക്കുന്നു വാങ്ങണോ വേണ്ടയോ. ഇപ്പോൾ ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും അങ്ങനെ കുറച്ച് അധികം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ വാങ്ങാറ്. എസ്പെഷ്യലി ഇവിടെ എനിക്ക് അപ്ലയൻസസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിനി പുതിയൊരു അപ്ലയൻസ് വാങ്ങുക എന്ന് പറയുമ്പോഴത്തേനും അതൊരു റോങ് ഡിസിഷൻ ആവുമെന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് സ്മൂതീസും ഒക്കെ ഞാൻ യൂഷ്വലി ചെയ്യാറുണ്ട്. അപ്പോൾ മിക്സി എന്ന് പറയുമ്പോഴത്തേനും നമുക്കതെടുത്ത് അതിൻ്റെ ലിഡിൽ കൂടെ കുറച്ചൊക്കെ തെറിച്ച് ഇതിനങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ റീൽസും എല്ലാത്തിലും ഇത് യൂസ് ചെയ്യുന്ന കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ലിറ്ററിൻ്റെ ജാറ്. മറ്റത് കണ്ടത് ചെറിയൊരു ജാറ്. അപ്പം ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് പൾസ് ചെയ്യാനൊരു ബട്ടണും ഉണ്ട്. പിന്നെ ഹൈ ലോ എന്നും പറഞ്ഞിട്ട് 2 ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിൽ പൾസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം അടിച്ചിട്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ലോയിലാണെങ്കിൽ ചെറിയൊരു സ്ലോ ആയിട്ട് ചെയ്യും. ഹൈ ആണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ഇത് സ്മൂതിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നൊരു മൂടിയുണ്ട്. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മൂടിയുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സ്മൂതീസും ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പൊടികളൊക്കെ ഇല്ലേ, ചട്നി പൊടികൾ, അങ്ങനത്തെ സംഭവങ്ങൾ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന മുളക് പൊടി അങ്ങനെയൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഞാനിത് എപ്പോഴേലൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്തായാലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വിട്ട് കിട്ടുന്ന വൈറ്റ് റൈസ് എനിക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് നമ്മളുടെ ഈ ഒരു എന്താ പറയുക റൈസ് കുക്കറിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സമൃദ്ധി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബർക്കത്ത് റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എനിക്ക് അടുത്തുള്ളൊരു ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് കറക്റ്റായിട്ട് ഉള്ള അരിയും എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് റിനോവേഷൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഐറ്റംസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ലുലുന്ന് ചുമ്മാ ഏതോ ഒരു ബ്രാൻഡിൻ്റെയൊക്കെ അരി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ ബർക്കത്ത് റൈസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ നമുക്ക് ഏകദേശം സെയിം തന്നെയാണല്ലോ എല്ലാം കിട്ടുന്നത്. അപ്പോൾ മുന്നത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രോൺസ് വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് റെസിപ്പി ഒന്നും ഫോളോ ചെയ്തല്ല ഉണ്ടാക്കുന്നത്. എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ഞാൻ ചുമ്മാ അങ്ങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. മോൾക്കല്ല, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പ്രോൺസൊക്കെ വെച്ചിട്ട് പിന്നെ വൈറ്റ് റൈസൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ട് എന്താ പറയുക ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഞാൻ പെട്ടെന്ന് തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ വെച്ചിട്ട് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ആ ഒരു റൈസ് മാത്രമേ ഉള്ളൂ. അപ്പം എളുപ്പം പരിപാടിയാണ്. അത് വിചാരിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ചോറും കറിയിനോടും ഒട്ടും താല്പര്യമില്ല. അവർക്ക് കൂടുതലും ഈ ഫ്രൈഡ് റൈസ്, ബിരിയാണി അതിനോടൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഉണ്ടാക്കിയാൽ പിള്ളേരുടെ വയറ് നിറയാന്നുള്ളതാണ് നമുക്ക് അമ്മമാർക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ചോറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. അതായത് നമുക്ക് ആവശ്യത്തിന് അരി എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അടിയിലൊരു തട്ടുണ്ടാവും. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് അടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്ക് മോഡിലാക്കിയാൽ കറക്റ്റ് വേവ് ആകുമ്പോഴത്തേനും അത്
ഓൺ മോഡിൽ വരും. ഓൺ മോഡിൽ വരുമ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ, അതായത് നെയ്യ്, പിന്നെ എന്തെങ്കിലും മസാലാസ് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തും കൊടുക്കാം. അപ്പം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുള്ള ചോറ് കിട്ടും. കുക്കറിലുണ്ടാക്കുമ്പം അത്യാവശ്യം ഒരു കുഴഞ്ഞ പരുവത്തിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ പാത്രം അലുമിനിയത്തിൻ്റെയാണ്. സംഭവം ഈ റൈസ് കുക്കർ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ അതങ്ങ് യൂസ് ചെയ്ത് പോവുകയാണ്. പിന്നെ നമുക്ക് ഇലക്ട്രിക് റൈസ് കുക്കറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അല്ലേ. അതിൻ്റെ ഉള്ളിലെ പാത്രങ്ങൾ എനിക്ക് തോന്നുന്നു സ്റ്റീൽ ബേസ് ആണെങ്കിൽ സംഭവം നല്ലതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചെയ്യാമല്ലോ, കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം അത് നല്ലൊരു വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അങ്ങനെ ഒരു ഡിസിഷനൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അതൊരു നല്ല ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചോറ് അവിടെ റെഡി ആവട്ടെ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഞാൻ അത്യാവശ്യം നമ്മുടെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് വയ്ക്കാറുള്ളതാണ്. അതായത് കുറച്ച് തേൻ, പിന്നെ നല്ല ഓർഗാനിക് മഞ്ഞൾപ്പൊടി, ടൂത്ത് പിക്ക്, പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട മാർക്കർ, പെന്ന്, പിന്നെ നമ്മുടെ വൈറ്റ് എള്ള്, അങ്ങനെ റാൻഡമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ അതങ്ങനെ എടുക്കാവുന്ന കുറച്ച് ഐറ്റംസ്. പക്ഷേ കുറച്ച് നാളായിട്ട് അതങ്ങനെ ഇരുന്ന് അത് കുറച്ച് പൊടിയും പിടിച്ചിട്ടുണ്ട്, കുറച്ച് മെസ്സി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതൊന്ന് അതും മറ്റൊരു പെൻഡിങ് ടാസ്ക് ആയതുകൊണ്ട് എനിക്കെന്തോ അത് ക്ലീൻ ചെയ്യാൻ എൻ്റെ മൈൻഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിലേ ചെയ്യാതെ അത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റാൻഡ് അത്ര ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ, എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്ന് ഉപയോഗിക്കാൻ നല്ലതാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ അത് ഇരുന്ന സ്ഥലമൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ജോലീൻ്റെ തിരക്കൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്ലീനിങ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ പെൻഡിങ് ഉണ്ട്. പിന്നെ നമ്മുടെ വർക്ക് ഹോം ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പെർഫെക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും കുറച്ചൊക്കെ നമ്മൾ കണ്ണടക്കിയൊക്കെ വേണം, എന്നാലാണ് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ എത്തിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിൽ വിഷമം വരും. അപ്പോൾ അത് കഴുകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ബേസിനിലോട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ അതവിടെ ഇങ്ങനെ നിരന്നിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തതിന് ശേഷം നമുക്കത് വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്ക് വീടൊന്ന് അടിച്ചിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മെസ്സി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് സ്വീപ്പ് ചെയ്യേണ്ട ഒരു ദിവസമാണ്, സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ ചേച്ചിയില്ല. അപ്പം എന്തായാലും നമ്മൾ മസ്റ്റായിട്ടും അടിച്ചു വാരി ഇടണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്യൂം ഒന്ന് ചാർജ് ചെയ്യാനും ഇട്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ റൂമായിട്ട് വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചാർജിലിട്ടിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനും ഇല്ലേ, ഈ ഒരു ഏരിയ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലീനിങ് വീഡിയോസിനൊക്കെ ഇത്ര റീച്ച് കിട്ടുന്നതും. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ, കട്ടിലിൻ്റെ അടിയിലും എല്ലാം നല്ല പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ആ വാക്യൂം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഞാനതിൽ റെഗുലറൊന്നുമല്ല. അപ്പോൾ അതെന്തായാലും അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് റെഗുലർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഡസ്റ്റിങ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പ്രോൺ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കിയതാണ്. അപ്പോൾ എന്തായാലും അത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് അങ്ങ് ആക്കാം. ഇത് നമ്മൾ സാധാരണ വെറുതെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മാരിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒതൻറ്റിക് ഫ്രൈഡ് റൈസിൻ്റെ രീതിക്കൊന്നും അല്ല ഇത് വന്നേക്കുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രോൺസ് വെച്ച് പിന്നെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഞാൻ വെജീസായിട്ട് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാബേജ് എടുത്ത് കഴുകി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ക്യാരറ്റും അതുപോലെ അരിയുക.
അതുപോലെ ബീൻസും ഇതൊക്കെ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊരു അൺഹെൽത്തി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്താലും ഇതുപോലെ വെജീസൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും മാഗി നൂഡിൽസൊക്കെ കൊടുക്കുമ്പോഴത്തേനും കഴിയുന്നതും നല്ല പോലെ വെജീസും എഗ്ഗും ചിക്കനും ഒക്കെ ഇട്ടിട്ട് റിച്ച് ആക്കിയിട്ട് കൊടുത്താൽ ഇപ്പം നമ്മൾ വല്ലപ്പോഴും ഒരു മാഗി നൂഡിൽസ് കൊടുത്താലൊന്നും അത്ര പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ എന്താ പറയുക വെജീസൊക്കെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒലീവ് ഓയിലിലാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കെന്തോ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തോന്നിയില്ല, ഇനിയൊരു ഫ്ലേവർ സംഭവം മോശമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വെജീസൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാനൊരു എഗ്ഗും കൂടിയിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. പിന്നെ നമുക്കൊരു വെളുത്തുള്ളി 2 വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ അതിലോട്ട് ടൊമാറ്റോ സോസും സോയാ സോസും ആണ് ചേർക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ പറ്റിയൊരു അബദ്ധം, സോയാ സോസ് കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ ഒരു കുത്തലുണ്ടായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ. ഞാൻ നേരത്തെ തന്നെ ജാമ്യം എടുത്തിട്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞത് ഒരു ചെറിയ ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ കുഴപ്പമൊന്നും അത്ര അങ്ങനെ പറഞ്ഞില്ല. കാര്യം പ്രോൺസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അതാ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എനിക്കിതൊരു സന്തോഷമാണ് കേട്ടോ, റൈസ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ആ വേവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ നല്ലൊരു സുഖമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ സ്ക്വാഡ് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്. അപ്പം സെയിം ടൈമിൽ അവിടെ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മോൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴത്തേനും 3 പേരും ഓൾറെഡി ഔട്ടായി. പിന്നെ മോൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ക്രിക്കറ്റിൽ. അപ്പോൾ എനിക്കും മോനും വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ എന്തായാലും എന്നാൽ പിന്നെ ഞങ്ങൾ മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ സ്കോർ നോക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ദാ നമ്മുടെ കണ്ണൂർ സ്ക്വാഡൊക്കെ കണ്ടു. വൈകുന്നേരം ചെറിയൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ ബാക്കി കളി കണ്ടപ്പോഴത്തേനും നമുക്ക് ഏകദേശം സംഭവം മനസ്സിലായതുകൊണ്ട് മുഴുവൻ കാണാൻ നിന്നില്ല. ഞാൻ വീണ്ടും കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം രാത്രി നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. ഈ സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് നല്ലൊരു ബാർബിക്യൂ ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തു. അത് അത്യാവശ്യം നല്ല പിസ്സയാണ് കേട്ടോ. എനിക്ക് ഡോമിനോസിൽ നിന്നും പിസ്സ ഹട്ടിൽ നിന്നും ഒക്കെ ഓർഡർ ചെയ്യുന്നതിനേക്കാളും ഇവരുടെ കുറച്ചുകൂടി ഒരു ഹോംലി ഫീലുണ്ട്. കുറച്ച് റേറ്റ് ഉണ്ടെങ്കിൽ കൂടിയും അത് നല്ലതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ആ പിസ്സയും കഴിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ കുറച്ചൊരു എളുപ്പമാവുമല്ലോ. അപ്പം കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങിയത്, മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് എടുത്തു വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ സൺഡേ ഒരു റീസെറ്റ് ഡേ ആണെന്ന്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ പഞ്ചസാരയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്താൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അതുപോലെ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി. പിന്നെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയുള്ള എന്താ പറയുക കാര്യങ്ങളും, നമ്മുടെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പിന്നെ യൂണിഫോംസ്, അടുത്ത ദിവസം ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് സൺഡേ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മൺഡേക്ക് നമ്മൾ നല്ല ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഉടനെ കാണാം. അതുവരേക്കും ബൈ.